Okay, അപ്പോൾ സ്റ്റേഷനറി പ്ലേറ്റിന്റെ കേസ് വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതലും തിയറി ചോദിക്കാം. പിന്നെ കണക്കെന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ ഈ പഠിച്ച കേസസ് മാത്രമേ നമുക്കുള്ളൂ. ഈ കേസസിന്റെ ഇക്വേഷനിൽ ഡയറക്റ്റ്ലി ഇട്ട് കൊടുക്കുക, ഫോഴ്സ് കണ്ടുപിടിക്കാം. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നമുക്ക് ഇതിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. Water is flowing through a pipe at the end of which a nozzle is fitted. The diameter of the nozzle is 100 mm. The height of the water at the center of the nozzle is 100 mm. The headum 100 ആണ്, diameter 100 ആണ്. Head 100 meter ആണ്, diameter 100 mm. Find the force exerted by the jet of water on a fixed vertical plate. Vertical എന്ന് പറയുമ്പോൾ 90 ഡിഗ്രിയിൽ ഇരിക്കുന്നത്. കറക്റ്റ് ഫിക്സ്ഡ് വെർട്ടിക്കൽ പ്ലേറ്റിൽ ഫോഴ്സ് കണ്ടുപിടിക്കുക. Coefficient of velocity is given as 0.95. വെലോസിറ്റി എന്ന് പറയുന്നത് 0.9. കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി എന്തിനാന്ന് വെച്ചാൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഡയമീറ്ററും ഹെച്ചും കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റിയും തന്നു. കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റിന് 0.95. ഈ വെലോസിറ്റിയുടെ ഈ ഫോർമുല നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. വെലോസിറ്റി എന്ന് പറയുന്നത് CV ഇൻറ്റു √2GH. എന്നുവെച്ചാൽ തിയറിറ്റിക്കൽ വെലോസിറ്റി ഇൻറ്റു കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി ആണ് ആക്ച്വൽ വെലോസിറ്റി. അപ്പോൾ നമ്മൾ CV ഇൻറ്റു √2GH. G എന്ന് പറഞ്ഞാൽ 9.81, H എന്ന് പറഞ്ഞാൽ ഹെഡ് ക്വസ്റ്റ്യനിൽ 100 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യുക, ആക്ച്വൽ വെലോസിറ്റി കിട്ടും. ആക്ച്വൽ വെലോസിറ്റി കിട്ടിയതിന് ശേഷം ഫോഴ്സ് എക്സേർട്ടഡ് എന്താണ് വെർട്ടിക്കൽ പ്ലേറ്റിന്റെ കേസിൽ F is equal to ρAv². അതെ, വെർട്ടിക്കൽ പ്ലേറ്റ് അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് x ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ρAv² ആണ്. ഫോർമുല അപ്ലൈ ചെയ്തു. റോ അറിയാം, റോ എന്ന് പറയുന്നത് വാട്ടറിന്റെ ഡെൻസിറ്റി 1000 ആണ്. A എന്ന് പറയുന്നത് π/4d² കണ്ടുപിടിച്ചു. V എന്ന് പറയുന്നത് വെലോസിറ്റി അപ്ലൈ ചെയ്തു, ഫോഴ്സ് കിട്ടി. ഇങ്ങനത്തെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് എന്താണ് ഈ ക്വസ്റ്റ്യനെയും ചോദിക്കുക. വേറെ പ്ലേറ്റ് സ്റ്റേഷനറി വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യനെ ചോദിക്കും. നിങ്ങൾക്ക് ടി ടൈം എല്ലാം തന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് നെക്സ്റ്റ് കേസ് പോവാം. ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ മൂവിങ് പ്ലേറ്റ്. മൂവിങ് പ്ലേറ്റിൽ എങ്ങനെ നമ്മുടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് ഇസ് ഹെൽഡ് നോർമൽ ടു ദ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. ബട്ട് പ്ലേറ്റും വെള്ളത്തിൻ്റെ കൂടെ മൂവ് ചെയ്യാണ് എന്ന് പറയുമ്പം വെലോസിറ്റി ഓഫ് ദ വാട്ടർ വിയും എന്താണ് പ്ലേറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് യുവും. അപ്പം ഇവിടെ ഉണ്ടാവുന്ന റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് 12th റിലേറ്റീവ് വെലോസിറ്റി രണ്ടും ഒരുമിച്ച് മൂവ് ആണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ V-U റിലേറ്റീവ് വെലോസിറ്റി ആണ് ഇവിടെ. അപ്പോൾ വെള്ളം വന്നടിക്കുന്നത് റിലേറ്റീവ് വെലോസിറ്റിയിലാണ് V-U. ഡയറക്റ്റ് വന്നടിച്ചു എന്താണ് V-U എന്ന് പറഞ്ഞിട്ട് 90 ഡിഗ്രിയിൽ വെള്ളം ഡിഫ്ലക്റ്റ് ചെയ്ത് പോയി. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് നേരത്തെ പോലെ തന്നെയാണ്. മാസ് പെർ സെക്കൻഡ് ഇൻറ്റു ഇനിഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി. മാസ് പെർ സെക്കൻഡ് എന്ന ρAv ഇൻറ്റു V-U. കാരണം ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി ആണ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. V-U അതാണ് വെള്ളത്തിന്റെ വെലോസിറ്റി. ആൻഡ് മൈനസ് ബ്രാക്കറ്റിൽ ഇനിഷ്യൽ വെലോസിറ്റി എന്താണ് V-U. ഇത് ഫോഴ്സ് എക്സേർട്ടഡ് ഇൻ ദ എക്സ് ഡയറക്ഷൻ ആണ്, y ഡയറക്ഷനിലല്ല. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ V-U, y ഡയറക്ഷനിൽ എക്സ് ഡയറക്ഷനിൽ ഫൈനൽ വെലോസിറ്റി ഇല്ല, അതുകൊണ്ട് 0. അപ്പോൾ എന്താണ് ρAv-U² എന്ന് വന്നു. നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എൻ്റെ പ്ലേറ്റ് ഫിക്സഡ് ആയിരുന്ന സമയത്ത് നമുക്ക് ρAv² ആയിരുന്നു. ഇവിടെ ρAv-U² എന്ന് പറയുമ്പോൾ പ്ലേറ്റ് മൂവ് ചെയ്യുമ്പം ആ ഫോഴ്സ് എന്ന് പറയുന്നത് കുറവാണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ എല്ലാ കേസസിലും വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മുടെ വർക്ക് ഡൺ. അപ്പോൾ നമ്മുടെ ഫോഴ്സ് Fx ഇൻറ്റു നമുക്ക് വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറയുമ്പം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ടൈം കൂടെ എടുക്കണം. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറയുമ്പം ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഈ Fx ഡയറക്ഷനിലെ ഫോഴ്സ് വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ Fx ഇൻറ്റു U എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് പ്ലേറ്റ് കൊണ്ടുവേണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ. പ്ലേറ്റിൽ എത്രത്തോളം വർക്ക് ഡൺ ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിന്റെ വെലോസിറ്റി കൊണ്ട് വേണം നമ്മൾ മൾട്ടിപ്ലൈ. അപ്പോൾ നമുക്ക് എന്താണ് ρAv-U² ഇൻറ്റു U എന്ന് വരും. വർക്ക് ഡൺ പെർ സെക്കൻഡ് ചോദിച്ചാൽ ഇൻറ്റു U ചെയ്യണം. ഇനി നെക്സ്റ്റ് കേസ് നോക്കാം. വേറെ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ഇൻക്ലൈൻഡ് ആണ്, പ്ലേറ്റ് ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ എന്താണ് തീറ്റ ആംഗിളിൽ ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ V-U എന്നുള്ളൊരു വെലോസിറ്റിയിലാണ് അത് പോകുന്നത്, ഇൻക്ലൈൻഡ് ഡയറക്ഷനിൽ പോകും. അപ്പം നമ്മൾ പണ്ട് ഇൻക്ലൈൻഡ് കണ്ടുപിടിച്ചതുപോലെ തന്നെ FN ഡയറക്ഷനിൽ കണ്ടുപിടിക്കും. FN എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഡയറക്ഷൻ ഇവിടെ വരും.
അപ്പോൾ ഇൻക്ലൈൻഡ് ഡയറക്ഷൻ എന്ന് പറയുമ്പം v മൈനസ് യു സൈൻ തീറ്റ ആണ് ഇനിഷ്യൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി ഒന്നുമില്ല, കാരണം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നേരത്തെ പോലെ തന്നെ ജസ്റ്റ് നമുക്കൊരു ഇൻക്ലൈൻഡ് ആംഗിളും കൂടെ വരുന്നേ ഉള്ളൂ. നേരത്തെ ഫിക്ഷണറി പ്ലേറ്റിന് വരും ഇവിടെ എല്ലായിടത്തും ഒരു v മൈനസ് യു ഇട്ട് കൊടുക്കണം, വേറെ ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ റോ എ v മൈനസ് യു ഇൻറ്റു v മൈനസ് യു സൈൻ തീറ്റ മൈനസ് 0. അപ്പോൾ നമുക്ക് റോ എ v മൈനസ് യു സ്ക്വയർ സൈൻ തീറ്റ. ഫിക്സഡ് പ്ലേറ്റ് ആവുന്ന കേസിൽ റോ എ v സ്ക്വയർ സൈൻ തീറ്റ എന്നായിരുന്നു. എന്തോന്ന് എഫ് എൻ ആയി. ഇനി എഫ് എക്സ് എന്ന് പറയുന്നത് എന്താ, എഫ് എൻ സൈൻ തീറ്റ, എഫ് ഐ എന്ന് പറയുന്നത് എഫ് എൻ കോസ് തീറ്റ. അത് സൈൻ തീറ്റയും കോസ് തീറ്റയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി വർക്ക് ഡൺ പെർ സെക്കൻഡ് ബൈ ദ ജെറ്റ് ഓൺ ദ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിലെ വർക്ക് ആണെങ്കിൽ എഫ് എക്സ് ഇൻറ്റു യു, നമ്മുടെ യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്കത് നോക്കാം. A jet of water of diameter 10 centimeters strikes on a flat plate normally with a velocity of 150 meter per second. The plate is moving with a velocity of 6 meter per second in the direction of the jet and away from the jet. Find 1. The force exerted by the jet on the plate, work done by the jet on the plate, power and efficiency of the jet. അപ്പോൾ നമുക്ക് ഡയമീറ്റർ 10 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്, വെലോസിറ്റി 15 മീറ്റർ, 150 അല്ല 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. യു എന്ന് പറയുന്നത് നമ്മുടെ പ്ലേറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി 6 മീറ്റർ പെർ സെക്കൻഡും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡി വി യു തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഓൺ ദ പ്ലേറ്റ് ആണ്. ഇതിപ്പം ജെറ്റ് ഇൻക്ലൈൻഡ് ഒന്നും അല്ല, വെർട്ടിക്കൽ തന്നെയാണ് അല്ലേ, സ്ട്രൈക്സ് ഒന്ന് നോർമലി വെർട്ടിക്കൽ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെർട്ടിക്കലിൻ്റെ കേസിലെ ഫോർമുല റോ എ വി മൈനസ് യു ദ ഹോൾ സ്ക്വയർ, നമുക്ക് റോ എന്ന് പറഞ്ഞാൽ 1000, ഏരിയ എന്ന് പറഞ്ഞാൽ π/4 ഇൻറ്റു ഡി സ്ക്വയർ, വിയും യുവും തന്നിട്ടുണ്ട്, ഫോഴ്സ് ഡയറക്റ്റ് കിട്ടും. ഇനി വർക്ക് ഡൺ ഓൺ ദ ജെറ്റ് എന്ന് പറഞ്ഞാൽ ഈ എഫ് എക്സ് ഇൻറ്റു യു ചെയ്യുക, അപ്പം നമുക്ക് വർക്ക് ഡൺ കിട്ടും. പവർ എന്ന് പറയുന്നത് വർക്ക് ഡൺ പെർ സെക്കൻഡ് ബൈ 1000 ആണ്. അപ്പോൾ വർക്ക് ഡൺ പെർ സെക്കൻഡ് ബൈ 1000 ചെയ്യുമ്പോൾ ഇത് ഡിവൈഡ് ബൈ 1000 ചെയ്ത് നമുക്ക് എത്ര കിലോ ന്യൂട്ടൺ ഓഫ് പവർ ആണെന്ന് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ, റൈറ്റ്? ഇനി എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഓഫ് ദ ജെറ്റ് ബൈ ഇൻപുട്ട് ഓഫ് ദ ജെറ്റ് പെർ സെക്കൻഡ്. അപ്പോൾ ഔട്ട്പുട്ട് ഓഫ് ദ ജെറ്റ് എന്ന് പറയുന്നത് വർക്ക് ഡൺ, എത്രത്തോളം വർക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി വന്ന ജെറ്റ് പ്ലേറ്റിൽ തട്ടി, അപ്പോൾ അവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തത് കറങ്ങി, അപ്പോൾ ആ ഡിസ്പ്ലേസ് ആ വെലോസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് എത്രത്തോളം വർക്ക് നമ്മൾ ജെറ്റ് ചെയ്തു എന്ന് കിട്ടും. ഇനി ഇനിഷ്യൽ വെലോസിറ്റി എന്താ, ഇനിഷ്യൽ ഇൻപുട്ട് ഓഫ് ദ ജെറ്റ് എന്ന് പറഞ്ഞാൽ ഈ വെള്ളം വന്ന് ഈ പ്ലേറ്റിൽ അടിക്കുന്നതാണ് അതിൻ്റെ ഇനിഷ്യൽ ഇൻപുട്ട്. അപ്പോൾ എന്താണ് അത് കൊടുക്കുന്നത്, ആക്ച്വലി കൈനറ്റിക് എനർജി അല്ലെ, ഫോഴ്സിൽ ഈ വെലോസിറ്റി ഓഫ് വാട്ടർ ഭയങ്കര ഫോഴ്സിൽ വന്ന് അടിക്കുമ്പം കൈനറ്റിക് എനർജിയാണ് അത് ഇമ്പാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആണ് ഇൻപുട്ട് ½ mv² പെർ സെക്കൻഡ്. അതുകൊണ്ടാണ് മാസ് പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ റോ എ വി ഇൻറ്റു വി സ്ക്വയർ. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക, ഔട്ട്പുട്ട് വരെ ഡിവൈഡ് ചെയ്യുക, നമുക്ക് എഫിഷ്യൻസി കിട്ടും. ഈ കൈനറ്റിക് എനർജിയുടെ കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? വെള്ളം വന്ന് കൈനറ്റിക് എനർജി കൊടുക്കുമ്പോഴാണ് നമ്മളിത് മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നത്. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഓഫ് ദ ജെറ്റ് എന്ന് പറയുമ്പോൾ വർക്ക് ഡൺ ബൈ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 7.5 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ജെറ്റ്, അപ്പോൾ ജെറ്റിൻ്റെ ഡയമീറ്റർ വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഏരിയ കിട്ടും. ഹാവിങ് എ വെലോസിറ്റി ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ്, വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ്, സ്ട്രൈക്സ് എ ഫ്ലാറ്റ് പ്ലേറ്റ്, the normal of which is inclined at 45 degree to the axis of the jet. എന്ന് പറയുമ്പോൾ പ്ലേറ്റിൻ്റെ നോർമൽ FN ഇൻക്ലൈൻ ചെയ്തേക്കുന്നത് 45 ഡിഗ്രിയിലാണ്. ഫൈൻഡ് ദ നോർമൽ പ്രഷർ ഓൺ ദ പ്ലേറ്റ്. എന്താണ്, അപ്പോൾ ഇതേ ഒരു പ്ലേറ്റ് ഇൻക്ലൈൻഡ് ആയിട്ട്, എൻ്റെ ഡ്രോയിങ് സ്കിൽസ് കുറച്ച് മോശമാണ്, അതാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്, മൗസ് വെച്ച് വരയ്ക്കുന്നുണ്ട്. 45 ഡിഗ്രിയിൽ ഇൻക്ലൈൻ ചെയ്തിരിക്കുകയാണ്. വെൻ ദ പ്ലേറ്റ്, ഇത് ആക്ച്വലി PDF ഉണ്ട്, കുറച്ച് ക്ലാരിറ്റി കുറവായതുകൊണ്ടാണ് ഞാൻ എൻ്റെ മുകളിൽ കൂടെ വരച്ചത്. പ്ലേറ്റ് അത് നമ്മൾക്ക് പ്ലേറ്റ് സ്റ്റേഷനറി ആയിരിക്കുന്ന സമയം, പിന്നെ പ്ലേറ്റ് മൂവിങ് ആയിരിക്കുന്ന സമയം, ആ സമയമുള്ള പവർ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് പ്ലേറ്റ് സ്റ്റേഷനറി ആയിരിക്കുന്ന സമയത്തുള്ള ഫോഴ്സ് എക്സേർട്ടഡ് നോക്കാം. പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്നത് റോ എ വി സ്ക്വയർ സൈൻ തീറ്റയാണ്. തീറ്റ എന്ന് പറയുന്നത് ഈ പ്ലേറ്റ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആംഗിൾ 45 ഡിഗ്രി. അപ്പം തീറ്റ എന്ന് പറയുന്നത് 90 - 45 ചെയ്യുമ്പം അതും 45 ഡിഗ്രി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്.
അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് റോ എ വി സ്ക്വയർ സൈൻ തീറ്റ എല്ലാം തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഡസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇംഗ്ലണ്ട് ആയിരിക്കുന്ന സമയത്ത് ഒരു യുവും കൂടെ വരും. ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്, റോ എ വി മൈനസ് യു സ്ക്വയർ സൈൻ തീറ്റ ആണ്. അത് അപ്ലൈ ചെയ്യാം, കിട്ടും. നെക്സ്റ്റ് നമുക്ക് പവർ കണ്ടുപിടിക്കണം. വർക്ക് ഡൺ പെർ സെക്കൻഡ് ബൈ 1000 ആണ്. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എഫ് എക്സ്, നമുക്ക് നേരത്തെ കിട്ടിയ ഫോഴ്സ് ഇൻറ്റു നേരത്തെ കിട്ടിയത് എഫ് എൻ ആണ് കേട്ടോ, നോർമൽ ഡയറക്ഷനിലാണ്. അത് നമ്മൾ എഫ് എക്സ് ആക്കണം. എന്താണ് ഈ എഫ് എൻ ഇൻറ്റു കോസ് തീറ്റ ചെയ്താൽ മതി, സോറി സൈൻ തീറ്റ ചെയ്താൽ മതി. സൈൻ തീറ്റ ചെയ്യുമ്പോൾ നമുക്ക് എഫ് എക്സ് ഡയറക്ഷനിൽ കിട്ടും, ഇൻറ്റു യു ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ഡൺ കിട്ടും. വർക്ക് ഡൺ കിട്ടിക്കഴിഞ്ഞാൽ അതേ ഡിവൈഡ് ബൈ 1000 ആണ് പവർ എന്ന് പറഞ്ഞാൽ. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വർക്ക് ഡൺ പെർ സെക്കൻഡ് ബൈ നമ്മൾ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക, അപ്ലൈ ചെയ്യുക, അപ്പോൾ നമുക്ക് റോ കിട്ടും. പിന്നെ കൈനറ്റിക് എനർജി മൂവിങ് പ്ലേറ്റിനെ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത് വി ആയിട്ടാണ് എടുക്കുന്നത്. കാരണം കൈനറ്റിക് എനർജി ഓഫ് ദ ജെറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. വെച്ചാൽ വെള്ളത്തിന്റെ വെലോസിറ്റി വെച്ചിട്ടാണ് അതിന്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലേറ്റിന്റെ മൈനസ് യു ഇവിടെ ചെയ്യത്തില്ല, വെള്ളത്തിന്റെയാണ് നമുക്ക്, വെള്ളം എത്രത്തോളം ഇമ്പാക്ട് ചെയ്തു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇത്രയായിരുന്നു ഈ പാർട്ടിൽ. അപ്പോൾ ഇത്രയും മതി. ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം.